പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പാട്യാൽ ബംഗ്ലാവ് എന്ന് പറയുന്ന സ്ഥലവും ശിരുവാണി ഡാം പരിസര പ്രദേശങ്ങളുമാണ്. ഇവിടേക്ക് പോകുന്ന വഴിയിൽ ഇതുപോലെയുള്ള കാട്ടാനകളെയും മറ്റും നമുക്ക് കാണാൻ കഴിയും. ഇവിടേക്ക് എങ്ങനെ പോകണമെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. ഇവിടം വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ നാം യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ നിന്നും ഇറങ്ങരുത്. ഇത് ഒരു പുള്ളിപ്പുലിയാണ്. ശിരുവാണി ഡാമിന്റെ അടുത്ത പ്രദേശത്ത് നിന്ന് എടുത്ത ഒരു വീഡിയോ ആണിത്. അവനെ ആരോ പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അവൻ ഒന്ന് പതുക്കെ നിന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കുകയാണ്. നമ്മൾ വളരെ ദൂരത്തു നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഒരിക്കലും മൃഗങ്ങളെ കണ്ടാൽ നാം വാഹനത്തിൽ നിന്ന് ഇറങ്ങരുത്. മൃഗങ്ങളില്ലെങ്കിലും വനം പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങരുത്. ഇപ്പോഴാണ് മനസ്സിലായത്, അവനെ പിന്തുടർന്നുകൊണ്ട് ഒരു കരിമ്പുലി നടക്കുന്നുണ്ട്. ആ പുള്ളിപ്പുലിയുടെ പിന്നാലെ അവനെ വീക്ഷിച്ചുകൊണ്ടാണ് കരിമ്പുലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കരിമ്പുലിയും പുള്ളിപ്പുലിയും തമ്മിൽ ഒരു ഗുസ്തി മത്സരം നടക്കുമെന്ന് പ്രതീക്ഷിച്ച് നമുക്ക് തെറ്റിപ്പോയി. അവർ രണ്ടുപേരും പരസ്പരം അങ്ങനെ കുറച്ചു നേരം നോക്കി നിന്ന് അവരവരുടെ വഴിക്ക് രണ്ട് വഴിക്ക് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പട്ടേൽ ബംഗ്ലാവിന്റെ ചരിത്രം 1920 ബ്രിട്ടീഷുകാരാണ് ഈ കാട്ടിനുള്ളിൽ ഈ ബംഗ്ലാവ് ആ കാലഘട്ടത്തിൽ പണിതത്. ഇതൊരു രാജവമ്പാലയാണ്. ഇത്രയേ സൂം ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു പക്ഷേ ഇരമുണങ്ങി കിടക്കുകയായിരിക്കാം, അതല്ലെങ്കിൽ നമ്മെ ഏത് സമയവും അവൻ ആക്രമിക്കും. ഇത് പാട്യാൽ ബംഗ്ലാവിന്റെ അടുത്ത് വെച്ച് ശിരുവാണി ഡാമിലേക്ക് വരുന്ന ഒരു നീരൊഴുക്കാണ്. ഇത് കാണാൻ വളരെ മനോഹരമാണ്. ഇതുപോലെ പാറക്കൂട്ടങ്ങൾക്ക് അടുത്തുകൂടെ ഈ നീരൊഴുക്ക് മഴക്കാലത്ത് പോയാൽ നമുക്ക് വളരെ മനോഹരമായി കാണാൻ കഴിയും. പാലക്കാട് ജില്ലയിലെ എന്ന് മാത്രമല്ല, കേരളത്തിലെ തന്നെ പ്രകൃതി അനുഗ്രഹിച്ച അതിമനോഹരമായൊരു സ്ഥലമാണ് ശിരുവാണി ഡാമും പട്യാൽ ബംഗ്ലാവിന്റെ പരിസരവും അതിനപ്പുറമുള്ള തമിഴ്നാടിന്റെ അതിർത്തിയായ മൊട്ടക്കുന്നുകളും. ആ മൊട്ടക്കുന്നിൽ ചെന്നാൽ നമുക്ക് മനോഹരമായ മലകൾ കാണാൻ നമുക്ക് കഴിയുകയും അത് ആസ്വദിക്കാനും കഴിയും. ഇത് ശിരുവാണി ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണ്. സദാസമയം കോടയിൽ മൂടി തണുപ്പുള്ള ഒരു പ്രദേശമാണ് ഈ ഭാഗം മൊത്തം. നിങ്ങൾ കഴിയുമെങ്കിൽ അവിടെ പോകാൻ മറക്കരുത്. ഇതാണ് പട്യാൽ ബംഗ്ലാവ്. ഈ ബംഗ്ലാവില് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ, അതല്ലെങ്കിൽ VIP-കൾക്ക് മാത്രമേ വരാനുള്ള പെർമിറ്റ് കൊടുക്കാറുള്ളൂ. അതിന് ചുറ്റും കിടങ്ങുകളാണ്, ബ്രിട്ടീഷുകാർ പണിത കിടങ്ങുകൾ. അതുകൊണ്ട് രാത്രിയിൽ ഒരിക്കലും വന്യമൃഗങ്ങളുടെ ആക്രമണം ആ ബംഗ്ലാവിലേക്ക് ഉണ്ടാവുകയില്ല. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ കഴിയുമെങ്കിൽ പെർമിഷൻ വാങ്ങി ഓൺലൈനായി ബുക്ക് ചെയ്ത് രാവിലെ പോയി വൈകുന്നേരമാകുമ്പോഴേക്ക് തിരിച്ചു വരാനുള്ള സൗകര്യത്തോടു കൂടെ പോയി കണ്ടു മടങ്ങാൻ ശ്രമിക്കണം. പണ്ടിവിടെ ഫോറസ്റ്റിന്റെ വക ബസ്, ട്രക്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്വന്തം വാഹനത്തിൽ വേണം നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ. അനുമതി പത്രം വളരെ അപൂർവമായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. അതുകൊണ്ട് അത് കിട്ടാനുള്ള വഴി ഓൺലൈനിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇത് വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഇത് രാവിലെ നല്ല സൂര്യപ്രകാശമൊന്നും ഇല്ലാത്ത ഒരു സമയത്ത് എടുത്ത ഒരു വീഡിയോ ആണ്. വളരെ മനോഹരമായ ഒരു വീഡിയോ ആണ്. ഇവിടേക്ക് പോകുവാനുള്ള വഴി പാലക്കാട് മണ്ണാക്കാട് ദേശീയപാതയിൽ ശിരുവാണിയിൽ വന്ന്, ശിരുവാണിയിൽ നിന്ന് പാലക്കയത്തേക്ക് ചെന്ന് അവിടെ നിന്ന് പാട്യാൽ ബംഗ്ലാവിലേക്കും ശിരുവാണി ഡാമിലേക്കുമുള്ള മലമ്പാതയിലൂടെ, കാട്ടുപാതയിലൂടെ നമുക്ക് യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്നതാണ്. ഇതാണ് പട്ടേൽ ബംഗ്ലാവ്.
അതുപോലെ തന്നെ മറ്റൊരു വഴിയുണ്ട്. മണ്ണാർക്കാട് നിന്ന് പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഡാമായ കാഞ്ഞിരപ്പുഴ ഡാം, ആ ഡാമിലേക്കുള്ള വഴിയിൽ വന്ന് ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലൂടെ പാലക്കാടത്തേക്കുള്ള ഒരു റോഡുണ്ട്. അതാണ് ഏറ്റവും മനോഹരമായ റോഡ്. ആ റോഡിലൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ ഡാമിന്റെ സൗന്ദര്യവും ആസ്വദിച്ച് പുഴയും കടലും എന്ന് പറഞ്ഞതുപോലെ പുഴയും ഡാമും വനവും മലഞ്ചെരിവുകളുമൊക്കെ മനോഹരമായി ആസ്വദിച്ച് നിങ്ങൾ ഈ പറയുന്ന പാലക്കയത്തിൽ ചെന്ന് അവിടെ നിന്ന് പിന്നെ ശിരുവാണിയിലേക്കുള്ള കാട്ടുപാതയിലൂടെ യാത്ര ചെയ്യാം. 2 ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ ചോദ്യം ചെയ്ത് അവർ രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷം കടത്തിവിടും. 2ാമത്തെ ചെക്ക് പോസ്റ്റിനും അതുപോലെ പരിശോധനയുണ്ട്. അവർ പറയും നിങ്ങൾ സ്വന്തം റിസ്കിലായിരിക്കണം യാത്ര എന്ന് പറയുകയും ചെയ്യും. നമ്മുടെ റിസ്കിൽ തന്നെ ആയിരിക്കണം യാത്രയും. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കണമെന്ന് ചിലർ ആവശ്യപ്പെട്ടതുകൊണ്ട് 2ാം പ്രാവശ്യം അത് ഒഴിവാക്കിയിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.